വീട്ടിൽ തന്നെ ടി എം എയുടെ കേസിൽ നമുക്ക് ടി എം എ നിർബന്ധമല്ല, ആ മാർക്ക് കൂടി നമുക്ക് ഇവിടുന്ന് കിട്ടുകയാണെങ്കിൽ നോ പ്രോബ്ലം. ഇപ്പോൾ ഞാൻ +2 പറഞ്ഞു, +2ൻ്റെ ലാബ് ഉള്ളതും ലാബ് ഇല്ലാത്തതും പറഞ്ഞു, 10ാം ക്ലാസ്സിൽ ലാബ് ഉള്ളതും ലാബ് ഇല്ലാത്തതും പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ മാർക്കിന്റെ എങ്ങനെയാണ് പാസ് മാർക്ക് എന്നുള്ള കാര്യമാണ്. ഇതെന്ന് പറയുമ്പോൾ നമുക്കറിയാം 80 വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കൊരു 20 മാർക്ക് അസൈൻമെന്റ് ആഡ് ആവുന്നുണ്ട്. സോ ഈ 80ഉം 20ഉം കൂട്ടിയിട്ടാണ്. +2 കഴിഞ്ഞു, ഇനി ഡിഗ്രി എന്തെടുക്കും? അനുയോജ്യമായ കോഴ്സ് എന്തെന്നറിയില്ല, എളുപ്പത്തിൽ പഠിച്ച് പാസ്സാവാൻ പറ്റുന്ന കോഴ്സിനെ കുറിച്ച് അറിയില്ല. അങ്ങനെ ഒരു ആശയക്കുഴപ്പത്തിലാണോ നിങ്ങൾ? എന്നാൽ ഇനി ടെൻഷൻ അടിക്കണ്ട, പരിഹാരമുണ്ട്. ആദിൽ സാറിൻ്റെ സൗജന്യ ബാസ് ഡിഗ്രി ഫൗണ്ടേഷൻ ക്ലാസ്സിലോട്ട് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹലോ എവരിവൺ, ബാസ് സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. NAOS ഒക്ടോബർ 2024 റിസൾട്ട് ഒക്കെ വരാൻ പോവാണ്. അപ്പോൾ റിസൾട്ട് ഒക്കെ വന്നാൽ മാത്രം പോരാ, റിസൾട്ട് ഒക്കെ നോക്കി ഞാൻ ജയിച്ചിട്ടുണ്ടോ, എത്ര മാർക്കിന് ജയിച്ചു, എത്ര മാർക്ക് എനിക്ക് കിട്ടി, എങ്ങനെയൊക്കെയാണ് ഇത് നോക്കുന്നത്. അങ്ങനെ ഓരോ സബ്ജക്റ്റുകൾക്കും വ്യത്യസ്ത രീതിയിലാണ് നമ്മുടെ അസൈൻമെന്റ് മാർക്കുകൾ, അതുപോലെ തന്നെ പ്രാക്ടിക്കൽ മാർക്ക്, നമ്മുടെ തിയറി മാർക്കൊക്കെ നോക്കുന്നത്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് അറിയാതെ ഒരിക്കലും നമുക്ക് നമ്മുടെ മാർക്കിനെ കുറിച്ച് വിലയിരുത്താൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ +2 10ാം ക്ലാസ് കുട്ടികളുടെ NAOS ഒക്ടോബർ 2024 റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചോ എന്നുള്ളത് നോക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. NAOS ഒക്ടോബർ 2024 എല്ലാ കുട്ടികളും ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. നമ്മൾ പരീക്ഷയ്ക്ക് എഴുതി ഇപ്പോൾ റിസൾട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ റിസൾട്ട് കാത്ത് വെറുതെ ഇരുന്നാൽ പോരാ, റിസൾട്ട് വന്നതിന് ശേഷം ഇനി അങ്ങോട്ട് എന്ത് ചെയ്യാന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ധാരണ വേണം, ഒരു മുൻവിധി വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബാസിന്റെ ഫ്രീ ഫൗണ്ടേഷൻ ക്ലാസ് നടക്കുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ ക്ലാസ്സുകളൊക്കെ ഏകദേശം എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ റിസൾട്ട് വരെ മാത്രമേ നമുക്ക് നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ആ ഒരു ഫൗണ്ടേഷൻ ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തുടർ പഠനത്തിനോ അല്ലെങ്കിൽ മറ്റുള്ള മേഖലയിലോട്ടൊക്കെ യൂസ്ഫുൾ ആവും. ഒരു ഡയറക്ഷൻ, ഒരു പാത്ത് വേ, നിങ്ങൾക്ക് ഒരു വഴി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു ഫൗണ്ടേഷൻ ക്ലാസ് സൗജന്യമായിട്ട് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിലോട്ട് നിങ്ങൾക്കും ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിലോട്ട് വിളിച്ച് ജസ്റ്റ് ഒരു മിസ് കോൾ അടിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് വിളിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് ഫ്രീ ഫൗണ്ടേഷനിലോട്ട് എൻട്രി ചെയ്യാൻ പറ്റും, അതിലോട്ട് എൻ്റർ ആവാൻ പറ്റും. അപ്പോൾ അതിൽ രജിസ്റ്റർ ചെയ്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഫ്രീ ഫൗണ്ടേഷൻ എല്ലാ വിദ്യാർത്ഥികൾക്കും ലഭിക്കും. അപ്പോൾ നമ്മൾ NAOS ഒക്ടോബർ 2024 എല്ലാ കുട്ടികളും പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ എന്നോട് ചോദിക്കാറുള്ള ഒരു കാര്യമാണ്, സാർ റിസൾട്ട് ഒക്കെ വന്നു, പാസ്സൊക്കെ ആണ്, പക്ഷെ എനിക്ക് ഇനി നീറ്റിന് പോകാൻ പറ്റുമോ, അതിന് പോകാൻ പറ്റുമോ, ഈ മാർക്ക് എത്ര ഉണ്ട്, എനിക്ക് ഇത്ര ശതമാനം ഉണ്ട്, അതെത്ര മാർക്ക് എത്ര വന്നു, അപ്പം എനിക്ക് തിയറിക്ക് മാർക്ക് കിട്ടിയില്ലേ, അപ്പം എനിക്ക് പ്രാക്ടിക്കലിന് മാർക്ക് എങ്ങനെ കൂടിയത് കുറഞ്ഞത്, ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് ആവും. അപ്പോൾ ഇത് ഓരോരുത്തർക്കും പറഞ്ഞു കൊടുക്കുന്നതിൽ ഏറ്റവും നല്ലതാണ് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ, നിങ്ങളുടെ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ആ റിസൾട്ട് കാണാൻ പറ്റും. നിങ്ങളുടെ റിസൾട്ട് ഇതേപോലെയാണ് നിങ്ങളുടെ റിസൾട്ട് വരിക. ഈ റിസൾട്ട് കണ്ടോ PE, അതേപോലെ തന്നെ നിങ്ങൾക്ക് തിയറി എക്സാമിനേഷൻ്റെ, പ്രാക്ടിക്കൽ എക്സാമിനേഷൻ്റെ TMA മാർക്ക്, ഇതൊക്കെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് അവരും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളത്, ഇതെല്ലാം കൂട്ടിയിട്ട് എങ്ങനെയാണ് നിങ്ങളെ വിജയിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ശരിക്കും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ NAOS ഒക്ടോബറിലൊക്കെ രജിസ്റ്റർ ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു വീഡിയോ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പരീക്ഷയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് സംശയം ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ ഈ വീഡിയോ ആയിരിക്കും നിങ്ങൾ നോക്കുക, സാർ എന്താ പറഞ്ഞത് അതിനെ കുറിച്ചിട്ട് എന്നുള്ളതായിരിക്കും. അപ്പോൾ അത് നോക്കാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എല്ലാവരോടും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് റിസൾട്ട് ഒക്കെ വരുമ്പോൾ ഫസ്റ്റ് ഞാൻ തന്നെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ അതിന് നിങ്ങൾ ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് അൺവെരിഫൈഡ് ആയിട്ടുള്ള, നോൺ വെരിഫൈഡ് ആയിട്ടുള്ള, അതോറിസ്റ്റ് അല്ലാത്തൊക്കെ സോഴ്സുകളിൽ നിന്നൊക്കെ കുട്ടികൾക്ക് റിസൾട്ട് വന്നു നിരന്തരം മെസ്സേജുകൾ വരുന്നുണ്ട്. അതൊന്നും വിശ്വസിക്കാതിരിക്കുക, അതിലൊന്നും ലിങ്കിലൊന്നും പോയി ക്ലിക്ക് ചെയ്യാതിരിക്കുക. അപ്പോൾ ആ ഒരു റിസൾട്ടിനെ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. റിസൾട്ട് വന്ന ഉടനെ തന്നെ നമ്മൾ നിങ്ങളെ അറിയിക്കും. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. സോ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന കുട്ടികളാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ NAOS ഒക്ടോബർ 2024 പാസ് മാർക്ക് എങ്ങനെയെന്നുള്ളത് നോക്കുക. സോ നമുക്കറിയാം +2ലും 10ാം ക്ലാസ്സിലും നമ്മൾ കൂടുതലായിട്ടും കുട്ടികൾ എടുത്ത വിഷയങ്ങൾ വിത്തൗട്ട് പ്രാക്ടിക്കൽ ആവും. അപ്പോൾ വിത്തൗട്ട് പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ലാബ് ഇല്ലാത്ത, പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഇല്ലാത്ത, തിയറി മാത്രം 100 മാർക്കിനും തിയറി എഴുതുന്ന സബ്ജക്ട്സുകളാണ് +2 10ാം ക്ലാസ് അടിസ്ഥാനത്തിൽ നമ്മുടെ വിത്തൗട്ട് പ്രാക്ടിക്കൽ സബ്ജക്ട്സ് എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ +2ൻ്റെ ഇംഗ്ലീഷ്, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ്, മലയാളം, അറബി, ഹിന്ദി, പിന്നെ ഹ്യൂമാനിറ്റീസിലെ സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി, ഓക്കെ, എക്കണോമിക്സ്, അതുപോലെ തന്നെ കൊമേഴ്സിലെ ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, ഓക്കെ. 10ാം ക്ലാസ്സിലാണെന്നുണ്ടെങ്കിലും മലയാളം, അറബി, ഹിന്ദി ഒക്കെ പോലത്തെ സബ്ജക്ട്സുകൾ, സോഷ്യൽ സയൻസ്, 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ്. സോ ഇത്ര സബ്ജക്ട്സുകൾക്കൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ലാബ് ഇല്ല, ഒന്നുമില്ല. ഞാനിപ്പോൾ പറഞ്ഞ കാര്യം വിത്തൗട്ട് പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുത്ത് പരീക്ഷ എഴുതിയത് 100 മാർക്കിനായിരിക്കും. എത്ര മാർക്കിനാ? 100 മാർക്കിന്. സോ നിങ്ങൾ മാക്സിമം 100 മാർക്കിനാണ് പരീക്ഷ എഴുതിയത് എങ്കിൽ ആ ഈ ഒരു പറഞ്ഞ പേപ്പേഴ്സ് സബ്ജക്ട്സ് എടുത്ത കുട്ടികൾക്കായിരിക്കും 100 മാർക്കിന്റെ പരീക്ഷ ആണെന്നുള്ളത്. അപ്പോൾ 100 മാർക്കിന്റെ പരീക്ഷ എഴുതിയ സബ്ജക്ട്സുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മൾ മാർക്ക് നോക്കുന്ന ക്രൈറ്റീരിയയാണ് മക്കളെ. 100 മാർക്കിന്റെ പരീക്ഷ എഴുതിയാലും 100 മാർക്ക് ആവില്ല നമുക്ക് ഫലത്തിൽ വരിക. ആ ഒരു മാർക്കിനെ കൺവേർട്ട് ചെയ്തിട്ട് കുറച്ചിട്ട് നമ്മൾ മാർക്കിനൊന്ന്
ചെറുതാക്കിയിട്ട് ഇപ്പോൾ 100 മാർക്കിനെ 80 കൺവേർട്ട് ചെയ്യും, അല്ലെങ്കിൽ 80 മാർക്കിന് 64 കൺവേർട്ട് ചെയ്യും, 68 കൺവേർട്ട് ചെയ്യും. ഇങ്ങനെയൊക്കെ ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ നമുക്ക് വിത്തൗട്ട് പ്രാക്ടിക്കൽ എന്നുള്ള സബ്ജക്ട്സുകൾ, അതായത് നമ്മൾ ഇംഗ്ലീഷ്, മലയാളം, അറബി, സോഷ്യോളജി, പൊളിറ്റിക്സ്, ഹിസ്റ്ററി, അതേപോലെ എക്കണോമിക്സ്, ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി ഒക്കെ പോലത്തെ, സോഷ്യൽ സയൻസ് ഒക്കെ പോലത്തെ സബ്ജക്ട്സുകൾ, ലാബില്ലാത്ത സബ്ജക്റ്റുകൾ 100 മാർക്കിന് നിങ്ങൾ പരീക്ഷ എഴുതി എടുത്ത കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇങ്ങനെയാണ് നമ്മുടെ മാർക്ക് വരാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ എഴുതിയത് 100 മാർക്കിന്റെ പരീക്ഷ തന്നെയായിരിക്കും. അപ്പോൾ NUS പറയുന്നത് പാസ് മാർക്ക് എന്ന് പറയുന്നത് 33%. അതായത് 100-ൽ 33 മാർക്കാണ് അവർ ആവശ്യപ്പെടുന്നത്. പക്ഷെ നമ്മൾ എഴുതിയ 100 മാർക്കിലല്ല അത് ആവശ്യപ്പെടുന്നത്. നമ്മൾ എഴുതിയ 100 മാർക്കിൽ 33 കിട്ടിയാൽ പോരാ, നമുക്ക് അതിന്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ എഴുതിയ ഇതിൽ 33 നിർബന്ധമായിട്ട് വരും വേണം. മാത്രമല്ല ആ ഒരു 33 നമ്മൾ 100-ൽ എടുത്തത് കൊണ്ട് നമുക്ക് പാസ്സാവണമെന്നില്ല. 100-ൽ നമ്മൾ എഴുതിയ എഴുത്ത് പരീക്ഷ നടന്നതിൽ 100-ൽ 33 മാർക്ക് എടുത്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് പോയിട്ട് ചിലപ്പോൾ തോൽക്കാനാണ് ചാൻസസ് ഉണ്ടാവുക. കാരണം നമ്മൾ അസൈൻമെന്റ് ഒന്നും വെച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ അസൈൻമെന്റ് മാർക്ക് എങ്ങനെയാണ് ഇതിലോട്ട് ആഡ് ആവുന്നത്, പ്രാക്ടിക്കൽ എങ്ങനെ വരുന്നത്, ഇതൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മാക്സിമം മാർക്ക് 100 മാർക്കാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ ഈ 100 മാർക്കിന് പരീക്ഷ എഴുതിയ കുട്ടികൾക്ക് 33% മാർക്കാണ് അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ 100-ൽ 33% മാർക്ക് വേണം. പക്ഷേ നിങ്ങൾ നോക്കൂ, ഇപ്പൊ എഴുതിയ മാർക്ക് 100 പക്ഷെ NUS വിത്തൗട്ട് പ്രാക്ടിക്കലിന് 100 മാർക്കിന് പരീക്ഷ എഴുതിയ ആ 33 അങ്ങനെ തന്നെ നിങ്ങൾക്ക് തരുന്നില്ല. അതിനൊന്ന് കൺവേർട്ട് ചെയ്ത് മാർക്ക് ഒന്ന് കുറച്ചിട്ടാണ് തരുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 100 മാർക്കിന് എഴുതിയ കുട്ടികളുടെ മാർക്ക് 80 മാർക്കിലോട്ട് കൺവേർട്ട് ചെയ്യും. ഇപ്പൊ 100-ൽ 100 മാർക്ക് നേടിയ കുട്ടിക്ക് 80-ൽ എത്രയായിരിക്കും? 80 മാർക്കായിരിക്കും. 100-ൽ നമ്മൾ ഇപ്പോൾ ഒരു 50 മാർക്ക് നേടിയ കുട്ടിയാണെങ്കിൽ 80-ൽ 40 മാർക്കായിരിക്കും. നേർപകുതി മാർക്ക് അതിൽ വരിക. ഓക്കെ, അത് കൺവേർട്ടഡ് മാർക്കാണ്. ഓക്കെ, സോ ഒരു 20 മാർക്കിനെ കൺവേർട്ട് ചെയ്ത് കുറക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അത് നമ്മുടെ അസൈൻമെന്റ് മാർക്കൊക്കെ അതിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടി സ്പേസ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് എത്തിരി പറഞ്ഞാലും നമ്മുടെ കുട്ടികൾക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു മേഖലയാണ്. അപ്പോൾ അതുകൊണ്ട് ഫോക്കസ്ഡ് ആവുക. 100 മാർക്കിന് നിങ്ങൾ എഴുത്ത് പരീക്ഷ എഴുതിയിട്ടുണ്ടാവും. ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ നിങ്ങൾ 100 മാർക്കിന് എഴുതിയിട്ടുണ്ടാവുക. പക്ഷെ അതിൽ 100-ൽ നിങ്ങൾക്ക് 100 മാർക്ക് ലഭിച്ചാലും ആ 100-ൽ 100 മാർക്ക് ലഭിച്ച കുട്ടികൾക്ക് 80 മാർക്കേ റിസൾട്ടിൽ വരുള്ളൂ. അതായത് 100-ൽ ഇപ്പോൾ നിങ്ങൾ 33 മാർക്ക് എടുത്താലും നിങ്ങൾ പാസ്സാവില്ല. കാരണം 80-ൽ അതിന്റെ കൺവേർട്ടഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ 26 മാർക്ക്. 26 ഒരിക്കലും നമുക്ക് പാസ്സാവില്ല. അതിന്റെ കൂടെ നമുക്ക് മിനിമം ഒരു 7 മാർക്കും കൂടി ഏഡായാലും മാത്രമേ നമുക്ക് 33 വരുള്ളൂ. സോ 100 മാർക്കിന് പരീക്ഷ എഴുതിയ കുട്ടികളുടെ മാർക്ക് 80 മാർക്കിലോട്ട് കൺവേർട്ട് ആവും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ 100-ൽ നമുക്ക് 33% മാർക്ക് വാങ്ങിയ കുട്ടി, അല്ലെങ്കിൽ 33 മാർക്കാണ് അതിന്റെ അഗ്രിഗേറ്റ് മാർക്ക്. സോ 100-ൽ 33 മാർക്ക് വാങ്ങിയ കുട്ടി ഇവിടെ 80-ലോട്ട് കൺവേർട്ട് ആവുമ്പോൾ അത് 26 മാർക്കായിട്ട് കുറയും. ഓക്കെ, അത് 26 മാർക്കായിട്ട് കുറയും. ഇതെങ്ങനെ നോക്കാന്ന് വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ ഇതിന് ജസ്റ്റ് ഒരു ഫോർമുല നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് നോക്കുക. അതായത് പരീക്ഷ നിങ്ങൾ എഴുതിയത് 33 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയത്. പക്ഷെ അതിന്റെ ടോട്ടൽ മാർക്ക് നമുക്ക് എത്രയുള്ളത്? 100 മാർക്കുള്ളത്. പക്ഷെ നമ്മൾ എത്രയിലോട്ട് അത് കൺവേർട്ട് ചെയ്ത് 80-ലോട്ട് കൺവേർട്ട് ചെയ്യണം. സോ നമ്മൾ അതിനെ 80 കൊണ്ട് ഗുണിക്കുമ്പോൾ ഈ ഒരു 0 കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 33 × 8 എന്ന് പറയുന്നത് 264 ഒരു 0 നോക്കുകയാണെങ്കിൽ 26.4 കേട്ടോ. അപ്പോൾ 26 മാർക്ക് വേണം നമുക്ക് 80-ലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 26 മാർക്കാണ് വരുന്നത്. ഓക്കെ, അതായത് വേറൊരു ഉദാഹരണം നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ ഒരു കാര്യം പറയുമ്പോൾ കൺഫ്യൂഷൻ, കണക്കൊന്നും കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയാണ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മാർക്ക് ഒരിക്കലും കണക്കില്ലാതെ കാൽക്കുലേറ്റ് ചെയ്യൂല. ഇപ്പോൾ വേറെ കാര്യം പറഞ്ഞാൽ, ഇപ്പം 100 മാർക്കിന്റെ പരീക്ഷയിൽ 50 മാർക്കാണ് സ്കോർ ചെയ്തത്. മിനിമം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിലൊക്കെ പകുതി മാർക്ക് നിർബന്ധമായിട്ട് വേണം നീറ്റ് എക്സാം. ഇതൊക്കെ എന്നോട് കുട്ടികൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചോദിച്ചിരുന്നു. സോ നീറ്റ് എക്സാമിനൊക്കെ മിനിമം 50% ഈ 3 സബ്ജക്ട്സുകളിൽ വേണം. ഓക്കെ, അപ്പോൾ 100 മാർക്കിന്റെ ഒരു പരീക്ഷ എഴുതിയ വിദ്യാർത്ഥിക്ക് പകുതി മാർക്ക് സ്കോർ ആയ, അതായത് 50 മാർക്ക് സ്കോർ ആയാൽ അവൻ 50 കിട്ടുന്നില്ല. 50-നെ കുറച്ച മാർക്കാണ് കിട്ടുന്നത്. എത്ര നമുക്ക് നോക്കാം. 50 മാർക്കാണ് കിട്ടുന്നതെങ്കിൽ അത് മൊത്തം എത്രയിലാണ് എഴുതിയത്? 100-ലാണ്. പക്ഷെ നമ്മൾ എത്രയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്? 80-ലോട്ടാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര മാർക്ക് ഫലത്തിൽ വരുന്നത്? 8 × 5 40 മാർക്കേ വരുന്നുള്ളൂ. കണ്ടോ, 100-ൽ 50 മാർക്ക് സ്കോർ ചെയ്ത കുട്ടീനെ 80 മാർക്കിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് 40 മാർക്കേ വരുന്നുള്ളൂ. ഈ കാര്യം മനസ്സിലായല്ലോ? ഓക്കെ, സോ ഈ ഒരു കാര്യം കൺഫ്യൂഷൻ ആവരുത്. മാർക്ക് ഇങ്ങനെയാണ് NUS ഡിപ്പാർട്ട്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ഒന്നുകൂടെ പറഞ്ഞുതരാം. 100-ൽ 33% മാർക്ക് നിങ്ങൾ എടുത്താൽ അതിനെ 80-ലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഈ 33 എത്രയാവും? 26 മാർക്കാവും. സോ 100-ൽ 33 എടുത്ത് പാസ്സായി എന്ന് പറയുന്ന 33% വിജയ ശതമാനം എടുത്ത കുട്ടികൾ 80-ലോട്ട് വരുമ്പോൾ 26 ആവുമ്പോൾ അത് ഒരിക്കലും പാസ് മാർക്കല്ല. കാരണം എന്താ? ആ 80-ന്റെ കൂടെ 20 മാർക്ക് അസൈൻമെന്റ് വരുന്നുണ്ട്. കണ്ടോ, അസൈൻമെന്റ് കണ്ടോ? സോ ഈ 80-ന്റെ കൂടെ 20 അസൈൻമെന്റ് വന്ന് അതാണ് 100 മാർക്കായിട്ട് പരിഗണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 26-ന്റെ കൂടെ നമ്മുടെ 20 മാർക്ക് അസൈൻമെന്റ് കൂട്ടാൻ ഡയറക്റ്റ് 20 കിട്ടിയ കുട്ടികളാണ്. അസൈൻമെന്റ് ഇത്രയും സബ്ജക്ട്സുകൾക്ക് 20 അസൈൻമെന്റ് കിട്ടിയ കുട്ടികളാണെങ്കിൽ ഇപ്പൊ 26 മാർക്ക് ജസ്റ്റ് പാസ്സാണ് ആ 100-ലെങ്കിൽ അതിന്റെ കൂടെ 20 കൂടി ആഡ് ആയിട്ട് നിങ്ങൾക്ക് ഫൈനൽ എത്ര മാർക്ക് ഉണ്ടാവും? 46 മാർക്ക് ഉണ്ടാവും. അപ്പൊ 46 മാർക്കാണ് 33-ന്റെ മുകളിലല്ലേ? 46% ഏകദേശം പകുതി 50% അടുത്തേക്കായി. അപ്പൊ നമുക്ക് വേണ്ടത് ജസ്റ്റ് 33% ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ TMA അസൈൻമെന്റിൽ 20 വേണമെന്നില്ല. 20-ൽ ഒരു 7 മാർക്ക് ഔട്ട് ഓഫ് 20-ൽ കിട്ടിയാലും നിങ്ങൾ പാസ്സാവും. കാരണം എന്താ? ഇവിടെ ഓൾറെഡി നിങ്ങൾ 26 എടുക്കണം നിർബന്ധ. തിയറിയിൽ
മിനിമം 26, അല്ലാതെ അസൈൻമെന്റിൽ 20 ഉണ്ടായിട്ട് ഒരു 13 മാർക്ക് മാത്രം തിയറിയിൽ നിന്ന് എടുത്താൽ പോരാൻ തിരിച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങളൊരു കാൽക്കുലേഷൻ കൊണ്ടുവരാൻ പറ്റില്ല. അങ്ങനെയും കുട്ടികൾ ചോദിക്കാറുണ്ട്. തിയറിക്ക് മിനിമം 33%, നിങ്ങൾ എഴുതിയ 100 മാർക്കിൽ മിനിമം 33% വരണം. അതാണ് കൺവേർട്ട് ചെയ്യുമ്പോൾ 26 മാർക്കാണ്. ആ 26 മാർക്കിന്റെ കൂടെ അസൈൻമെന്റ് 20 മാർക്കാണ് ടോട്ടൽ വരിക. പക്ഷെ അതിൽ മിനിമം നിങ്ങൾ എത്ര മേടിക്കണം? 7 മാർക്ക് മേടിക്കണം. ഓക്കെ, സോ 26 മാർക്ക് പ്ലസ് 7 മാർക്ക്, ഇങ്ങനെയാണ് നമുക്ക് ടോട്ടൽ 33% വരിക. കണ്ടോ, 26 പ്ലസ് 7 എത്ര? 33. ഇതാണ് നമ്മുടെ 100 മാർക്കിൽ 33 ഔട്ട് ഓഫ് 100. ഇങ്ങനെയാണ് കാൽക്കുലേഷൻ വരിക. ഇനി ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ അസൈൻമെന്റ് വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അസൈൻമെന്റ് വെച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അവിടെ എത്ര മാർക്കാണോ നമുക്ക് പാസ്സാവാൻ വേണ്ടത് അത് നിങ്ങൾ ഇവിടെ തിയറിയിൽ എടുക്കുക. അതായത് ഇപ്പോൾ ഇവിടെ 100ൽ 50 എടുത്ത കുട്ടി ഇവിടെ 40 ആയി കഴിഞ്ഞാൽ 40 പ്ലസ് 0, ദാറ്റ്സ് ഫൈൻ. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ നോക്കാം. ഇപ്പോ 100 മാർക്കാണ് നമ്മൾ എഴുതിയ മാർക്ക് എങ്കിൽ അതിൽ 33 മാർക്ക്, ജസ്റ്റ് കറക്റ്റ് 33 എടുക്കുന്ന കുട്ടികൾ ജസ്റ്റ് ആ ഒരു തിയറിയിൽ മാത്രം പാസ്സാണ് എന്ന് എഴുതിയിട്ട് ഫൈനലി പാസ്സാവുന്നില്ല. അവൻ പാസ്സാവണം എന്നുണ്ടെങ്കിൽ ഈ 100നെ 80ലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഈ 33 എത്രയാവും? 26 ആവും. സോ ഈ 80ന്റെ കൂടെ നമ്മുടെ അസൈൻമെന്റ് മാർക്ക് 20ക്ക് മിനിമം 7 മാർക്ക് സ്കോർ ചെയ്യണം. ആ മാർക്ക് 26 പ്ലസ് 7 വരുമ്പോഴാണ് നമുക്കിവിടെ ടോട്ടലി 33 ഔട്ട് ഓഫ് 100 വരുന്നത്. ഔട്ട് ഓഫ് 100 വരുന്നത് ഇങ്ങനെ എടുക്കണം. ഇനി ഇതല്ല TMA നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ടെൻഷൻ എടുക്കണം വേണ്ട. ഇവിടെ 100ൽ 33 ഉള്ളിടത്ത് ഒരു 50 മാർക്ക് 100 സ്കോർ ചെയ്താൽ തന്നെ നമുക്ക് ഇവിടെ എത്ര വരും? ഈ 26ന്റെ ഭാഗത്ത് നമുക്ക് 40 മാർക്ക്. അപ്പൊ 80ൽ 46 കിട്ടിയാൽ തന്നെ അതിന്റെ കൂടെ അസൈൻമെന്റ് മാർക്ക് 0 ആണെങ്കിൽ കുഴപ്പമില്ല. ഫൈനലി 100ൽ എത്ര വരും? 46 മാർക്ക്. അങ്ങനെയും പാസ്സാവാൻ പറ്റും. അസൈൻമെന്റ് മാർക്ക് ഇമ്പോർട്ടന്റ് ആണ് വെച്ചാൽ നമുക്ക് നല്ല ശതമാനം കൂട്ടാനൊക്കെ അസൈൻമെന്റ് മാർക്ക് ഇമ്പോർട്ടന്റ് ആണ്. അതല്ലാതെ നമുക്കിപ്പോൾ പാസ്സാവണം എന്നുണ്ടെങ്കിൽ തിയറിക്ക് കുറച്ച് കൂടുതൽ മാർക്ക് കിട്ടിയാൽ തന്നെ നമ്മൾ പാസ്സായി പോകും. ഓക്കെ, സോ ഇത് മിനിമം പാസ്സാവേണ്ടത് തിയറിയിലാണ്. വിത്തൗട്ട് പ്രാക്ടിക്കൽ സബ്ജക്റ്റിൽ തിയറിയിൽ 100ൽ 33 കിട്ടണം, 80ലാണെങ്കിൽ 26 കിട്ടണം. അതിന് മുകളിൽ നമുക്ക് പാസ്സാവണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ തിയറി തന്നെ 26 എന്നുള്ള ഡയറക്റ്റ് 33 എടുക്കണം, അല്ലെങ്കിൽ നമ്മൾ കൺവേർട്ടഡ് മാർക്ക് 26ന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യണം? മിനിമം ഒരു 7 മാർക്കെങ്കിലും നിങ്ങൾ അസൈൻമെന്റിൽ വാങ്ങണം. സോ ഇപ്പോൾ അസൈൻമെന്റിൽ ഓൾറെഡി ഒരു 20 മാർക്കൊക്കെ നേടിയ കുട്ടികളാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇനി 33 മാർക്ക് എടുത്താൽ തന്നെ 26 പ്ലസ് 20 പറഞ്ഞാൽ നിങ്ങൾക്ക് 46 മാർക്ക്, ഏകദേശം പകുതി മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അതല്ല ഇനിയിപ്പോൾ നിങ്ങൾ എടുക്കുന്നത് 100ൽ ഒരു 50 മാർക്കാണ് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം അത് 40 മാർക്കായിട്ട് നമുക്ക് കുറഞ്ഞു വരും. സോ ഈ ഒരു 40 മാർക്കിന്റെ കൂടി 20 കൂട്ടി നിങ്ങൾക്ക് 60 മാർക്ക് ഉണ്ടാവും. ഇങ്ങനെയൊക്കെയാണ് മാർക്ക് ഗ്രേഡ് വരുന്നത്. ഈസിയാണ് സംഭവം, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുക, നമുക്ക് തിയറിക്ക് മിനിമം 26 വേണം 80ലോട്ട്. ഓക്കെ, ഇനി നമ്മൾ ഈ വിത്തൗട്ട് പ്രാക്ടിക്കൽ അല്ലാത്ത സബ്ജക്ട്സുകൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. +2ൽ തന്നെ വിത്ത് പ്രാക്ടിക്കലുള്ള സബ്ജക്ട്സുകൾ, +2ൽ പ്രാക്ടിക്കലുള്ള സബ്ജക്ട്സ് വിത്ത് പ്രാക്ടിക്കലുള്ള സബ്ജക്ട്സ് ആയിട്ടുള്ള ഏതൊക്കെ? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒക്കെ ലാബുള്ള സബ്ജക്ട്സുകൾ എടുത്തുള്ള കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ മാക്സിമം മാർക്ക് നമ്മൾ 80 മാർക്കിലായിരിക്കും പരീക്ഷ എഴുതിയിട്ടുണ്ടാവും. പബ്ലിക് എക്സാമിനേഷൻ നിങ്ങൾ മാക്സിമം എഴുതിയിട്ടുണ്ടാവുക 80 മാർക്കിലോട്ടായിരിക്കും. സോ ഈ 80 മാർക്കിനെ 64 മാർക്കിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് വരിക. അപ്പോൾ നമ്മൾ 80ൽ എത്ര മാർക്ക് എടുക്കണം? 80ൽ നിങ്ങൾ 28 മാർക്ക് സ്കോർ ചെയ്യണം. അപ്പോൾ 80ൽ 28 എടുക്കുകയാണെങ്കിൽ 60ലോട്ട് എത്രയാവും? അതിനെ 22 ആയിട്ട്. ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ഈ 28നെ 28 ഹരിക്കണം 80 ഗുണിക്കണം ഈ 64 കൂട്ടി കഴിഞ്ഞാൽ കിട്ടുന്നത് 22 മാർക്കായിരിക്കും. സോ നമ്മൾ 80ലാണ്. ഇപ്പോൾ ലാബൊക്കെ ഉള്ള സബ്ജക്ട്സുകൾ എന്ന് പറയുമ്പോൾ നേരത്തെ നമുക്ക് തിയറി മാത്രമുള്ളായിരുന്നു, ലാബ് ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് 100 മാർക്കിന്റെ പരീക്ഷ വന്നാൽ നമ്മൾ എംബിലോട്ട് കണ്ടുപിടി ഡയറക്റ്റ് TMA 20 മാർക്ക് ആഡ് ചെയ്ത്. ഇവിടെ അങ്ങനെയല്ല, ആ 20 മാർക്ക് പ്രാക്ടിക്കൽ കയറ്റാൻ വേണ്ടി TMA മാർക്ക് ഒന്ന് കുറച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പരീക്ഷ എഴുത്ത് പരീക്ഷയും കുറച്ചിട്ട് ആ മാർക്കാണ് നമുക്ക് ലാബിലോട്ട് ഇട്ടുന്നിട്ടുള്ളത്. സോ പബ്ലിക് എക്സാമിനേഷൻ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പോലത്തെ ലാബുള്ള +2ന്റെ കാര്യം പറയുന്നത് 80 മാർക്കിലോട്ട് നിങ്ങൾ പരീക്ഷ എഴുതി എത്രയൊക്കെ നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും. 80 മാർക്കിൽ നിങ്ങൾ പരീക്ഷ ചെയ്ത കുട്ടികളാണെങ്കിൽ ആ 80 മാർക്കിനെ കൺവേർട്ടഡ് മാർക്കായി വരുന്ന 64ആണ്. സോ ഇതാണ് നമ്മുടെ തിയറി മാർക്ക് എന്ന് പറയുന്നത്. സോ ഈ 80 മാർക്ക് തിയറിയിൽ നമ്മൾ 28 മാർക്ക് എടുത്താൽ മാത്രമാണ് നമുക്ക് അവിടെ തിയറി മാത്രം പാസ്സാവുക. SYC നിങ്ങൾക്ക് CT എന്നുള്ളത് വരാതിരിക്കുള്ളൂ, തിയറി തോൽക്കാതിരിക്കുള്ളൂ. സോ 80ൽ 28 മാർക്ക് എടുത്ത കുട്ടികളെ ഈ 80നെ 64ലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഈ 28 മാർക്ക് എന്നുള്ളത് ഇവിടെ 22 മാർക്കായിട്ട് വരും. അത് കൺവേർട്ടഡ് മാർക്കാണ്. സോ നമുക്ക് 22 മാർക്ക് വേണം 64ൽ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഈ 80 മാർക്ക് തിയറി മാത്രമാണ്. ഈ 80നെയാണ് ഞാൻ 64ലോട്ട് കൺവേർട്ട് ചെയ്തെന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ 80 നിങ്ങൾ എഴുതിയ പരീക്ഷ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്കൊക്കെ MBക്ക് നിങ്ങൾക്ക് 28 മാർക്ക് സ്കോർ ചെയ്താൽ നിങ്ങൾക്ക് 64ലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന എത്രയാണ്? 22 കിട്ടുന്നത്. ജസ്റ്റ് പാസ് മാർക്കാണ് കിട്ടുന്നത്. ഓക്കെ, ഇതല്ലാതെ ഇതിൻ്റെ കൂടെ നമുക്ക് വരുന്നത് നമ്മുടെ പ്രാക്ടിക്കൽ മാർക്കും അതേപോലെ തന്നെ നമ്മുടെ ലാബിൽ നമ്മുടെ TMAയുടെ മാർക്കാണ് വരിക. സോ പ്രാക്ടിക്കൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും 20 മാർക്കിനാണ് പ്രാക്ടിക്കൽ നടക്കുക. 10 മാർക്ക് നമ്മുടെ PCPക്കും 10 മാർക്ക് നമ്മുടെ പബ്ലിക് എക്സാമിനേഷനാണ് വരിക. സോ ആ 20ൽ തന്നെ നമുക്ക് 20 എടുക്കാം. പക്ഷേ നമ്മളൊരു മിനിമം 7 മാർക്ക് എടുത്താൽ തന്നെ നമുക്ക് അതിൽ പാസ്സാണ്. സോ പ്രാക്ടിക്കലിൽ നിങ്ങൾ മിനിമം എടുക്കേണ്ട എത്ര മാർക്കാണ്? 7 മാർക്കാണ്. തിയറിയിൽ മിനിമം എടുക്കേണ്ട എത്ര മാർക്ക്? 22 മാർക്ക്. 22 മാർക്ക് 80ലല്ല എടുക്കേണ്ടത്, 64ലാണ്. 80ലാണ് എടുക്കുന്നതെങ്കിൽ നമ്മുടെ എഴുതിയ പരീക്ഷ കണക്കിലാണെങ്കിൽ 28 എടുക്കണം. പക്ഷേ 64ലോട്ട് കണക്കാക്കുമ്പോൾ തിയറിക്ക് എത്ര മാർക്കാണ് വരിക? മിനിമം പാസ് മാർക്ക്
എത്രയാണ് 22 മുകളിലായ സേഫ് ആണ്, തിയറി പാസ്സായി. ഇനി 20 മാർക്കൊക്കെ നമുക്ക് പ്രാക്ടിക്കൽ ഉണ്ടെങ്കിൽ പോലും മിനിമം 7 കൊടുക്കുക. 7 താഴെ മാർക്ക് എന്നാൽ നമ്മൾ തിയറി ജയിക്കും, പക്ഷേ പ്രാക്ടിക്കൽ തോറ്റു പോകും. സോ അതിന് വേണ്ടിയിട്ട് മിനിമം 7 മാർക്ക് നമ്മൾ പ്രാക്ടിക്കൽ എടുക്കണം. 7ന്റെ മുകളിൽ നമുക്ക് 20 എടുക്കാൻ പ്രശ്നമല്ല. ഓക്കെ, സോ അങ്ങനെയാണ് വരിക. അപ്പോൾ നമുക്കറിയാം 22ഉം 7ഉം ആണ് അത് വരിക. അപ്പൊ 64ഉം 84ആയി. പിന്നെ നമുക്കൊരു 16 മാർക്കിന്റെ കുറവാണ്ടാവുക. അതാണ് നമ്മുടെ TMAയുടെ മാർക്ക്. TMAയുടെ മാർക്കാണ് നമുക്ക് അവിടെ ഒരു 16 മാർക്ക് വരുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം നേരത്തെ വിത്തൗട്ട് പ്രാക്ടിക്കൽ സബ്ജക്ട്സ് ഒക്കെ 20 മാർക്ക് TMA വന്നതാണ്. അപ്പൊ എനിക്ക് ഇംഗ്ലീഷിനും മലയാളത്തിനൊക്കെ 20 കിട്ടി. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിക്കും എനിക്ക് വെറും 16 കിട്ടിയുള്ളൂ. പറഞ്ഞാൽ അതും ഫുൾ മാർക്ക് തന്നെയാണ്. കാരണം എന്താ, ആകെ 16 മാർക്കേ നടക്കുന്നുള്ളൂ. അപ്പൊ കുട്ടികൾക്ക് അറിയില്ല ഇത്ര മാർക്കാണെന്നുള്ളത്. സോ ഇവിടെ നമുക്ക് TMAയുടെ മാർക്ക് 16 വരുന്നത്. ആ 16ലോട്ട് മിനിമം നമുക്കൊരു 4 മാർക്ക് മതി. ഈ TMAയുടെ കാര്യത്തിൽ നിർബന്ധമല്ല, പകരം നിങ്ങൾക്ക് ഈ 4 മാർക്ക് തിയറിയിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രാക്ടിക്കലോ എക്സ്ട്രാ എടുത്താൽ തന്നെ നിങ്ങൾ പാസ്സാവും. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഒരു കേസ്. TMAയുടെ മാർക്ക് നിർബന്ധമല്ല, നമുക്ക് പാസ് മാർക്ക് അല്ലാതെ തന്നെ കിട്ടിയാൽ ദാറ്റ്സ് ഫൈൻ. പക്ഷേ പ്രാക്ടിക്കലും +2ന്റെ കാര്യത്തിൽ പറയുന്നത് 10ാം ക്ലാസ് ഇങ്ങനെയല്ല. +2ന്റെ കാര്യത്തിൽ പ്രാക്ടിക്കലും തിയറിയും മിനിമം മാർക്ക് എടുക്കണം. ആ മിനിമം മാർക്കാണ് 22ഉം 7ഉം പറയുന്നത്. പ്രാക്ടിക്കൽ 7 മാർക്ക് മിനിമം എടുക്കണം. അതേപോലെ തിയറിയിലാണെങ്കിൽ 22 മിനിമം എടുക്കണം. സോ ഈ 22 തിയറി മാർക്കും അതിന്റെ കൂടെ നമ്മൾ പ്രാക്ടിക്കൽ സ്കോർ ചെയ്ത മിനിമം 7 മാർക്കും പിന്നെ നമുക്ക് ഒരു 4 മാർക്ക് TMA ഉണ്ടെങ്കിൽ ടോട്ടൽ എത്രയായി? 33 ആയി. അപ്പൊ കണ്ടോ, 64ഉം 20ഉം 84ഉം 16ഉം ഇതാണ് 100 മാർക്ക്. ഓക്കെ, നേരത്തെ ഇത് 80 മാർക്കാണ്, പക്ഷെ അതിന് 64ലോട്ട് കൺവേർട്ട് ചെയ്തു. അതിന്റെ കൂടെ പ്രാക്ടിക്കലിന്റെ 20 മാർക്ക് ആഡ് ചെയ്തു. അതിന്റെ കൂടെ 16 മാർക്ക് TMA ആഡ് ചെയ്തു. ഇങ്ങനെയാണ് ഒരു മാർക്ക് നോക്കുന്നത്. സോ ഇങ്ങനെയാണ് നമുക്ക് 33 മാർക്ക് 100ൽ കിട്ടുന്നത്. ഇനി ഈ 22 എന്നുള്ളടത്ത് നിങ്ങൾ ഒരു 2 മാർക്ക് അധികം എടുക്കുകയാണ്, 24 എടുക്കുകയാണ്. അതിന്റെ കൂടെ 7 എന്നുള്ള മാർക്കിന്റെ അവിടെ നിങ്ങൾ 2 മാർക്ക് അധികം എടുത്ത് 9 മാർക്ക് എടുത്ത് പിന്നെ നിങ്ങൾക്ക് TMA മാർക്ക് 0 ആയാലും കുഴപ്പമില്ല. ഈ 24 9 എന്താണ്? 33 മാർക്ക് തന്നെയാണ്. ഓക്കെ, അങ്ങനെയും പാസ്സാവാൻ പറ്റും. സോ TMA ഇമ്പോർട്ടന്റ് അല്ല. ആ TMAയുടെ മാർക്ക് ഇവിടുന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ TMA വേണമെന്നില്ല. പക്ഷേ ഇതിൽ മിനിമം മാർക്ക് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് മിനിമം മാർക്ക് മാത്രമാണെങ്കിൽ നമുക്ക് 33 ആവില്ല, നമ്മൾ തോറ്റുപോകും. അതായത് തിയറിയിലും നമുക്ക് മിനിമം മാർക്ക് കിട്ടിയിട്ടുണ്ട്, പ്രാക്ടിക്കലും മിനിമം മാർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ മിനിമം മാർക്ക് കിട്ടിയോണ്ട് എന്താവില്ല, പാസ്സാവില്ല. പാസ്സാവാൻ എത്ര വേണം? 33% വേണം 100ൽ. അത് കിട്ടാൻ വേണ്ടി നമുക്ക് ഈ പറഞ്ഞ TMA ചില സാഹചര്യങ്ങളിലൊക്കെ ഉപകാരപ്പെടാം. അപ്പോൾ TMA ഇമ്പോർട്ടന്റ് അല്ല എന്നാണ് തള്ളിക്കളയാനും പറ്റില്ല. അത്രയും കോൺഫിഡൻറ്റ് ഇവിടെ തിയറിയും പ്രാക്ടിക്കലും മാർക്ക് ഫുൾ കിട്ടുന്നവർക്കാണ് TMA ഇമ്പോർട്ടന്റ് അല്ലാതെ. പക്ഷേ ഇവിടെയൊക്കെ ജസ്റ്റ് ഇങ്ങനെ സർവേ മിനിമം മാർക്ക് എടുത്ത് വെക്കുന്ന കുട്ടിയാണെങ്കിൽ ഈ അസൈൻമെന്റ് മാർക്ക് എത്ര കിട്ടിയാലും അത് നമുക്ക് ബെനിഫിറ്റ്. കാരണം അസൈൻമെന്റ് മാർക്ക് മാത്രമാണ് ഡയറക്റ്റ് ഓരോ മാർക്കായിട്ട് ആഡ് ആണ്. ബാക്കിയൊക്കെ കൺവേർട്ടഡ് മാർക്കാണ്. ഒരു മാർക്ക് കിട്ടിയാലും അതിനെ ഒരു 60% മീൻസ് ഒരു 20% കൺവേർട്ടഡ് ആയി വരുമ്പോൾ അത് മാർക്ക് കുറയും. ഇപ്പൊ കണ്ടില്ലേ, നമ്മളിവിടെ ആ ഒരു കൺവേർഷൻ കണ്ടില്ലേ, 100 മാർക്ക് പരീക്ഷ എഴുതിയാലും നമുക്ക് എത്ര മാർക്കിന് കിട്ടുള്ളൂ? 80 മാർക്കേ കിട്ടുള്ളൂ. അതേപോലെയാണ് ഈ ഒരു കൺവേർഷൻ പറഞ്ഞത്. സോ നമ്മുടെ വിത്ത് പ്രാക്ടിക്കലുള്ള സബ്ജക്ട്സുകളാണെങ്കിൽ തിയറിക്ക് മിനിമം 22 എടുക്കണം, ലാബിന് മിനിമം 7 എടുക്കണം. അങ്ങനെ ആണെങ്കിൽ നമുക്കൊരു 4 മാർക്ക് TMA കൂടിയിട്ട് നമുക്ക് 33 മതി, 100ലോട്ട് നമ്മൾ പാസ്സാവും. ഇത് +2ന്റെ കേസിൽ. ഇനി നമുക്ക് നോക്കാനുള്ളത് 10ാം ക്ലാസ്സിന്റെ പ്രാക്ടിക്കൽ സബ്ജക്ട്, അതായത് സയൻസ് ആൻഡ് ടെക്നോളജി, മാത്തമാറ്റിക്സ് ഒക്കെ 10ാം ക്ലാസ്സിൽ ലാബുള്ള സബ്ജക്ട്സുകളാണ്. അത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇനി 10ാം ക്ലാസ്സിന്റെ ലാബുള്ള സബ്ജക്ട്സുകൾ, 10ാം ക്ലാസ് വിത്ത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള സബ്ജക്ട്സ് ഏതൊക്കെ സബ്ജക്ട്സ് വരിക? നമുക്ക് മാത്തമാറ്റിക്സിന് ലാബ് ഉണ്ട്, അതേപോലെ സയൻസ് ആൻഡ് ടെക്നോളജി, മാത്തമാറ്റിക്സിനൊക്കെ 10ാം ക്ലാസ് എടുത്ത കുട്ടികളാണ് ഈ ലാബ് വരുന്നുണ്ട്. സോ ആ സബ്ജക്ട്സുകളൊക്കെ നിങ്ങൾക്ക് അറിയാം 85 മാർക്കിനായിരിക്കും നിങ്ങൾ പരീക്ഷ എഴുതിയിട്ടുണ്ടാവുക. മാക്സിമം എത്ര മാർക്കാണ് പരീക്ഷ എഴുതിയിട്ടുണ്ടാവുക? 85 മാർക്കിനായിരിക്കും. 85 മാർക്കിനായിരിക്കും നിങ്ങൾ എഴുത്ത് പരീക്ഷ എഴുതിയിട്ടുണ്ടാവുക. സോ ഈ 85 മാർക്കിൽ നമ്മൾ ആ 85 മാർക്കിന് പരീക്ഷ ചെയ്ത കുട്ടികളാണെങ്കിൽ ആ മാർക്കിനെ 68ലോട്ട് കൺവേർട്ട് ചെയ്യും. എത്ര? 68ലോട്ട് കൺവേർട്ട് ചെയ്യും. അതിന്റെ കൂടെ നമുക്ക് 15 മാർക്ക് നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെ മാർക്കായിരിക്കും. 7 മാർക്ക് നമ്മുടെ PCP 5 PCPക്കും 7 മാർക്ക് നമ്മുടെ ഫൈനലി നമ്മുടെ റെക്കോർഡ് ബുക്ക് സബ്മിറ്റ് ചെയ്ത് പ്രാക്ടിക്കൽ നടക്കുന്നതിനുമാണ്. സോ അങ്ങനെ 15 മാർക്ക് പ്രാക്ടിക്കലിനും വരും. അതിന്റെ കൂടെ 17 മാർക്കാണ് നമുക്ക് നമ്മുടെ TMA വരുന്നത്. ഇപ്പോൾ ഇവിടെയും തന്നെ TMAയുടെ കേസിൽ നമുക്ക് TMA നിർബന്ധമല്ല, ആ മാർക്ക് കൂടി നമുക്ക് ഇവിടുന്ന് കിട്ടുകയാണെങ്കിൽ നോ പ്രോബ്ലം. ഇപ്പോൾ +2ന്റെ കേസ് പറയുകയാണെങ്കിൽ തിയറിയും വേറെ പാസ് ആവണം, പ്രാക്ടിക്കലും വേറെ, രണ്ടിനും മിനിമം മാർക്ക് ഉണ്ട്. പക്ഷേ ഇവിടെ 10ാം ക്ലാസ്സിൽ കുറച്ചുകൂടി സുഖമാണ്. അതായത് ഇപ്പോൾ തിയറി മാത്രം നല്ല മാർക്ക് സ്കോർ ചെയ്താൽ ലാബും ഇല്ല, TMA ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇതിൽ തന്നെ 33% മാർക്ക് ഉണ്ടെങ്കിൽ പാസ്സാവും. അതായത് ഇവിടെ തിയറിയും പ്രാക്ടിക്കലും ഒന്നായിട്ടാണ് കാണുന്നത്. അവിടെ തിയറി പ്രാക്ടിക്കൽ വേറെ, തിയറി മാത്രം നമുക്ക് ജയിക്കാൻ പറ്റും. അതിന് ഉപകാരം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ പ്രാക്ടിക്കലിന് നല്ല മാർക്കോട് വിജയിച്ചാൽ പിന്നെ പ്രാക്ടിക്കൽ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. +2ൽ നമുക്ക് തിയറി മാത്രം അറ്റൻഡ് ചെയ്തത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒന്നിൽ തോറ്റാലും 2 വീണ്ടും എഴുതേണ്ടി വരും 10ാം ക്ലാസ്സിന്റെ കേസ്. പക്ഷെ ഇതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഒന്നിന് എല്ലാത്തിനും ഒരു നല്ലതും ഒരു മോശം ഉണ്ടെന്ന് പറയുന്ന പോലെ ഇവിടെ നമുക്ക് ഏതെങ്കിലും ഒന്ന് ജയിക്കാൻ പറ്റില്ല, 2 ജയിക്കണം എന്നുള്ളത്. അതായത് 10ാം ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ രണ്ടിന്റെയും മാർക്ക് കൂട്ടിയിട്ട് നിങ്ങൾക്ക് 33 മതി, കുറച്ച് ഈസിയാണ്. ഓക്കെ, പക്ഷെ +2 എത്തുമ്പോൾ നമ്മൾ തിയറി വേറെ ജയിക്കണം, പ്രാക്ടിക്കലും വേറെ ജയിക്കണം. അതിന് 2 മിനിമം മാർക്ക് ഉണ്ട്. അപ്പോൾ അതിന്റെ നെഗറ്റീവ് എന്താ വെച്ചാൽ ഇവിടെ നിങ്ങൾ
തോറ്റുപോയി കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഇപ്പോൾ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് മാർക്ക് പറ്റ കുറഞ്ഞു, നമുക്ക് 33 താഴെ വരികയാണെങ്കിൽ തിയറിയും പ്രാക്ടിക്കലും വീണ്ടും നമ്മൾ രണ്ടും എഴുതേണ്ടി വരും എന്നുള്ളതാണ് മാറ്റം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 85 മാർക്കിന് പരീക്ഷ ചെയ്ത കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ അവരുടെ തിയറി മാർക്കിന് കൺവേർട്ട് ചെയ്യുന്ന 85 മാർക്കിലാണ്. ഈ 85 മാർക്കിന്റെ കൂടെ 15 മാർക്ക് നമ്മുടെ പ്രാക്ടിക്കലും അതിന്റെ കൂടെ 17 മാർക്ക് നമുക്ക് നമ്മുടെ TMAയും കൂട്ടിയിട്ടാണ് ടോട്ടലി നമുക്ക് എത്ര മാർക്ക് വരുന്നത്? 100 മാർക്ക് വരുന്നത്. സോ ഇവിടെ നമുക്ക് 68ഉം 15 മാർക്ക് കൂട്ടിക്കഴിഞ്ഞാൽ 83 മാർക്കാണ് വരിക. സോ ഈ 83ക്ക് നിങ്ങൾക്ക് വെറും 27 മാർക്ക് മതി പാസ് മാർക്കാണ്. സോ ബാക്കി നമുക്ക് ഒരു 6 മാർക്കിന് ഷോർട്ട് 33 വേണ്ടി 27 കിട്ടി. അങ്ങനെ ആ 6 മാർക്ക് നിങ്ങളിവിടെ ഈ ഒരു TMAയിൽ എടുത്താൽ മതി. ഇനിയിപ്പോൾ TMAയിൽ നിങ്ങൾക്ക് 6 മാർക്ക് കിട്ടിയില്ലേ കുഴപ്പമൊന്നുമില്ല, ആ മാർക്കും കൂടി നമുക്ക് ഇവിടെ ഡയറക്റ്റ് തിയറി കിട്ടുക. ഈ തിയറി ആൻഡ് പ്രാക്ടിക്കൽ ഈ പറഞ്ഞ 83ൽ നിങ്ങൾക്ക് ഡയറക്റ്റ് 33 കിട്ടുകയാണെങ്കിലും പാസ്സാവും. ഓക്കെ, ആ 83ന്റെ കൂടെ ആ 0 മാർക്ക് കൂട്ടിയിട്ട് നമുക്ക് ആ 17 മാർക്ക് കൂട്ടിയിട്ട് നമുക്ക് 100 മാർക്കിൽ പരീക്ഷ വരും. അതായത് നമ്മളിപ്പോൾ 85 മാർക്കിൽ പരീക്ഷ ചെയ്ത കുട്ടികളെ 68ലോട്ട് കൺവേർട്ട് ചെയ്യും. അതിൻ്റെ കൂടെ 15 മാർക്ക് നമ്മുടെ പ്രാക്ടിക്കൽ വരും. ആ 2 മാർക്കും കൂട്ടിയതാണ് 83. ഈ 83ൽ നിങ്ങൾ എത്ര എടുത്താൽ മതി? 27 എടുത്താൽ മതി. ഈ 27 എടുത്താൽ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു 17 മാർക്ക് TMAയിൽ നിങ്ങൾക്ക് എത്ര എടുത്താൽ മതി? ഒരു 6 മാർക്ക് മതി. ഇനിയിപ്പോൾ TMAയിൽ 0 ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇവിടെ നമുക്ക് 27 എന്നുള്ളത് 33 ഡയറക്റ്റ് എടുത്താൽ മതി. ഇങ്ങനെയാണ് വിജയ ശതമാനം വരിക. ഇപ്പോൾ ഞാൻ +2 പറഞ്ഞു, +2ൻ്റെ ലാബ് ഉള്ളതും ലാബ് ഇല്ലാത്തതും പറഞ്ഞു, 10ാം ക്ലാസ്സിൽ ലാബ് ഉള്ളതും ലാബ് ഇല്ലാത്തതും പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ മാർക്കിന്റെ എങ്ങനെയാണ് പാസ് മാർക്ക് എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നും കൂടി മെൻഷൻ ചെയ്താൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു ടേബിൾ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് പാസ് മാർക്കിന്റെ കാര്യമാണ്. ആ പാസ് മാർക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് നമുക്ക് ഒന്നുകൂടെ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒന്നുകൂടെ മനസ്സിലാക്കാം. ഇപ്പോൾ +2 10ാം ക്ലാസ്സിൽ ലാബ് ഇല്ലാത്ത വിഷയങ്ങളായിട്ട് എടുത്ത കുട്ടികൾ, ഇംഗ്ലീഷ് മലയാളം അറബി ഏതായിക്കോട്ടെ, ലാബ് ഇല്ലാത്ത വിഷയം എന്ന് പറഞ്ഞാൽ 100 മാർക്കിനാണ് പരീക്ഷ. പബ്ലിക് എക്സാം 100 മാർക്കിനാണ് എഴുതിയിട്ടുണ്ടാവുക. സോ ഈ 100 മാർക്കിന് പരീക്ഷ ചെയ്ത കുട്ടികൾ മിനിമം 33 അഗ്രിഗേറ്റ് മാർക്ക് 33% മാർക്ക്. അതായത് 100 മാർക്ക് പരീക്ഷ ചെയ്തതിന് മിനിമം 33 വേണം. 33 മുകളിൽ എത്ര കിട്ടിയാലും നമ്മൾ സേഫ് ആണ്, അത്ര നമുക്ക് ബാക്കി എടുക്കേണ്ട ആവശ്യമില്ല. സോ 33 മാർക്ക് നേടി 33 ഔട്ട് ഓഫ് 100 നേടിയ കുട്ടികൾക്ക് ഈ 100 മാർക്കിനെ കൺവേർട്ട് ചെയ്യും എത്ര മാർക്കിലോട്ട്? 80 മാർക്കിലോട്ട്. അപ്പോൾ നമ്മൾ 33 എടുത്ത മാർക്ക് എത്രയിലോട്ട് കൺവേർട്ട് ആവും? 26ലോട്ട് കൺവേർട്ട്. അപ്പോൾ 80ൽ 26 കിട്ടിയാൽ നമുക്ക് ജസ്റ്റ് തിയറി പാസ്സാവാം. 100ൽ 33 കിട്ടിയ പോലെ. ഓക്കെ, 100ൽ 33 കിട്ടിയ കുട്ടികൾക്ക് 80ൽ എത്ര? 26 ആണ്. എന്നാലും നമുക്ക് ഫൈനലി പാസ്, തിയറി മാത്രമേ പാസ്സായിട്ടുള്ളൂ, നമുക്ക് ഫുൾ ആയിട്ട് പാസ്സായിട്ടില്ല. സോ അത് പാസ്സാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 26 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 80ലോട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കൊരു 20 മാർക്ക് അസൈൻമെന്റ് ആഡ് ആവുന്നുണ്ട്. സോ ഈ 80ഉം 20ഉം കൂട്ടിയിട്ടാണ് നമുക്ക് ഫൈനലി 100 മാർക്ക് വരിക. അപ്പോൾ ഈ 80ന്റെ കൂടെ 20 മാർക്ക് അസൈൻമെന്റ് വരുന്നുണ്ട്. ആ അസൈൻമെന്റിലോട്ട് നമുക്ക് ഓൾറെഡി 26 പാസ് മാർക്ക് എടുത്ത് മിനിമം എടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ എത്ര? 7 മാർക്കും കൂടി ആഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ 33 കിട്ടും. ഓക്കെ, ഇനി ഈ അസൈൻമെന്റ് വേണ്ട, എങ്ങനെ? ഈ 26ന്റെ പകരം ഡയറക്റ്റ് ഇവിടെ നിങ്ങൾക്ക് ഈ 100നെ 80ലോട്ട് കൺവേർട്ട് ആക്കുമ്പോൾ ഡയറക്റ്റ് 33 കിട്ടിയിട്ടുണ്ടെങ്കിൽ നോ പ്രോബ്ലം. ഇതാണ് നമ്മുടെ വിത്തൗട്ട് പ്രാക്ടിക്കലിന്റെ കാര്യം. ഇനി +2 വിത്ത് പ്രാക്ടിക്കൽ സബ്ജക്ട്സ് ഏതൊക്കെ? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പോലത്തെ സബ്ജക്ട്സ് എടുത്ത കുട്ടികൾ പബ്ലിക് എക്സാം 80 മാർക്കിലോട്ടാണ് എഴുതിയിട്ടുണ്ടാവുക. സോ 80ലോട്ട് നിങ്ങൾക്ക് 28 മാർക്കാണ് പാസ്സാവുന്നത്. പക്ഷേ 80ലല്ല മാർക്ക് നമുക്ക് കണക്കാക്കുന്നത്. നമ്മുടെ റിസൾട്ട് വരുമ്പോൾ 80നെ എത്രയിലോട്ട് കൺവേർട്ട് ചെയ്യും? 64ലോട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ 28 കിട്ടിയ പാസ് മാർക്ക് 28, 80ൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ 64ലോട്ട് കൺവേർട്ട് ആകുമ്പോൾ എത്ര മാർക്കാണ്? 22 മാർക്കാണ്. പക്ഷേ 22 നമുക്ക് 100ൽ 22 കിട്ടിയ പാസ്സാവില്ലല്ലോ, 33 വേണം. അങ്ങനെയാണെങ്കിൽ ഈ 64 പറയുന്നത് തിയറി മാത്രമാണ്. അതിന്റെ കൂടെ നമുക്ക് 20 മാർക്ക് എന്ത് വരും? നമ്മുടെ പ്രാക്ടിക്കൽ വരും. ആ 20 കിട്ടണം എന്നില്ല, നമുക്ക് മിനിമം ഒരു 7 മാർക്ക് കിട്ടിയാൽ തന്നെ നമുക്ക് എത്ര അതിന്റെ പ്രാക്ടിക്കൽ പാസ്സാകാൻ പറ്റും. അപ്പോൾ 22 7 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര മാർക്കാണ്? 29 ആയിട്ടുള്ളൂ. പിന്നെ നമുക്ക് 33ലോട്ട് 4 മാർക്കിന് ഷോർട്ടേജ് ഉണ്ട്. അത് നമുക്ക് 16 മാർക്കാണ് TMA വരുന്നത്. സോ അതിൽ നമുക്കൊരു 4 മാർക്ക് കിട്ടിയാൽ മതി. ഇനിയിപ്പോൾ TMA ഇല്ലെങ്കിലും കുഴപ്പമില്ല, ആ 4 മാർക്ക് നമുക്ക് ഇവിടെ തന്നെ നേടാൻ പറ്റുകയാണെങ്കിൽ നോ പ്രോബ്ലം, നമുക്ക് 33 ഔട്ട് ഓഫ് 100 കിട്ടും. അപ്പോൾ അതും 33ലാണ് അഗ്രിഗേറ്റ് മാർക്ക്. സോ തിയറിയും പ്രാക്ടിക്കലും TMA കൂടെ കൂട്ടിയിട്ട് 100ൽ 33 മാർക്ക് മതി. ഇനി 10ാം ക്ലാസ് പ്രാക്ടിക്കലുള്ള സബ്ജക്ട്സ് ഏതൊക്കെ? സയൻസ് ആൻഡ് ടെക്നോളജി, മാത്തമാറ്റിക്സ് ഒക്കെ 85 മാർക്കിനാണ് പബ്ലിക് എക്സാം എഴുതിയിട്ടുണ്ടാവുക. സോ അതിനെ കൺവേർട്ട് ചെയ്യുന്ന എത്ര മാർക്കിലോട്ടാ? 68 മാർക്കിലോട്ട്. അതിന്റെ കൂടെ 15 മാർക്കാണ് നമുക്ക് PCPയുടെ 7 മാർക്കും 7 മാർക്ക് നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ കൂടിയിട്ട് 15ആണ് നമ്മുടെ പ്രാക്ടിക്കൽ മാർക്ക് വരുന്നത്. സോ 10ാം ക്ലാസ്സിൽ മാത്രം എന്താ സുഖം? തിയറിയും പ്രാക്ടിക്കലും ഒറ്റ മാർക്കായിട്ടാണ് കൺസിഡർ ചെയ്യുക. എത്ര? 68 + 15 83 മാർക്കായിട്ടാണ് കൺസിഡർ ചെയ്യുക. ഈ 83ൽ മിനിമം നമ്മൾ എത്ര എടുക്കണം? 27 മാർക്ക് എടുക്കണം. പക്ഷേ 27 എടുത്താൽ പാസ്സാവില്ല. കാരണം എന്താ? 33 അഗ്രിഗേറ്റ് മാർക്ക് വേണമെന്ന് പറഞ്ഞു. സോ ആ ബാക്കി 6 മാർക്ക് നമ്മൾ എടുക്കുന്നത് 17 മാർക്കാണ് അതിന്റെ TMA. അത് നമുക്ക് 6 മാർക്ക് എടുത്താൽ 27 + 6 എത്ര? 33 ഔട്ട് ഓഫ് 100 നേടാൻ പറ്റും. ഈ 33 നമുക്ക് TMAയിൽ എടുക്കാൻ, നിങ്ങൾ TMA വെച്ചിട്ടില്ല, ആബ്സെന്റ് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പകരം ആ 6 മാർക്ക് നമ്മൾ ഇവിടുന്ന് 2 ആയിട്ട്, അതായത് ഈ ഒരു തിയറി പ്രാക്ടിക്കലിൽ നിന്ന് നമുക്ക് ഇവിടെ തന്നെ 33 മാർക്ക് ലഭിച്ചാൽ അത് നമുക്ക് ഡയറക്റ്റ് എടുക്കാൻ പറ്റും, TMA എല്ലാം എടുക്കാനും പറ്റും. ഇങ്ങനെയാണ് നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി വിചാരിക്കുന്നുണ്ട്. ഞാൻ കോമൺ ആയിട്ട് എടുത്ത സബ്ജക്ട്സുകളാണ് കുട്ടിയോട് പറഞ്ഞിട്ടുള്ളത്. ഇനി ഏതെങ്കിലും സബ്ജക്ട് നിങ്ങൾ എടുത്തതിനെ കുറിച്ച് നിങ്ങൾക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അറിയണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്താൽ മതി. എല്ലാ സബ്ജക്ട്സിൻ്റെയും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ തയ്യാറാണ്. നമ്മളെല്ലാം പറയുമ്പോഴത്തേക്ക് വീഡിയോ 1 മണിക്കൂർ 2 മണിക്കൂറാവും. കാരണം 40ന്റെ മുകളിൽ സബ്ജക്ട്സുകൾ നമുക്ക് ന്യൂസിൽ വരുന്നുണ്ട്. സോ ഏറ്റവും കൂടുതൽ കുട്ടികൾ എടുത്ത സബ്ജക്ട്സ് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ വിത്തൗട്ട് പ്രാക്ടിക്കൽ പറയുമ്പോൾ ഒരുപാട് എല്ലാ സബ്ജക്ട്സും വരുന്നുണ്ട്. വിത്ത് പ്രാക്ടിക്കൽ ഫിസിക്സ്, ബയോളജി, അതല്ലാത്ത കുറേ പേപ്പേഴ്സ് ഒക്കെ ഹോം സയൻസ്, ഡാറ്റ എൻട്രി, പെയിന്റിംഗ്, ഇന്ത്യൻ കൾച്ചറൽ ഹെറിറ്റേജ്,
അതേപോലെ തന്നെ കമ്പ്യൂട്ടർ കുറേ പേപ്പേഴ്സ് ഉണ്ട്. സോ ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഏതൊക്കെ പേപ്പേഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് മാർക്ക് അറിയണം ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്താൽ നിങ്ങൾക്ക് മാർക്ക് മിനിമം പാസ് മാർക്ക് പറഞ്ഞുതരാം. ഓക്കെ, അതേപോലെ 10ാം ക്ലാസ്സിൽ വേറെ കുറേ സബ്ജക്ട്സുകൾ വരുന്നുണ്ട്, ഞാൻ ആഡ് ചെയ്തിട്ടില്ല. സോ കോമൺ ആയിട്ട് സബ്ജക്ട്സുകളാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നുണ്ട്. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.